നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി മോദിയും ചങ്കുകളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സൗഹൃദം ഇന്ത്യയും USഉം തമ്മിലുള്ള ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാനായി നീങ്ങുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയെ മഹാനായ പ്രധാനമന്ത്രിയും സുഹൃത്തുമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുമായി അനുകൂലമായ താരിഫ് കരാറിനെ കുറിച്ച് ട്രംപ് സൂചന നൽകി. അടുത്ത ആഴ്ച മുതൽ ട്രംപിന്റെ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ മാധ്യമങ്ങളോട് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസംഗം USഉം ഇന്ത്യയും തമ്മിലുള്ള അനുകൂല താരിഫ് കരാറിനെ കുറിച്ചുള്ള സൂചന നൽകുന്നു. ന്യൂജേഴ്സിയുടെ US അറ്റോർണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിനിടെ താരിഫുകളെ കുറിച്ചുള്ള ഇന്ത്യയും USഉം തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചും ട്രംപ് പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അവർ വളരെ മിടുക്കരാണ്. ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനുമിടയിൽ, അതായത് അമേരിക്കയ്ക്കുമിടയിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു. അതാണ് അദ്ദേഹം കരുതുന്നത്. ഇതാണ് ട്രംപ് പറഞ്ഞ കാര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കിടുന്ന അഭൂതകരമായ ബന്ധമാണ്. അദ്ദേഹം, അതായത് പ്രധാനമന്ത്രി മോദി, വളരെ ബുദ്ധിമാനും എൻ്റെ ഒരു നല്ല സുഹൃത്തുമാണ്. നിങ്ങൾക്ക്, അതായത് ഇന്ത്യക്കാർക്ക്, ഒരു മികച്ച പ്രധാനമന്ത്രിയുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മോദിയെ വാനോളം പുകഴ്ത്തുകയാണ് ട്രംപ്. അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഇറക്കുമതി വാഹനങ്ങൾക്കും 25% തീരുവ പ്രഖ്യാപിച്ചു. ആഭ്യന്തര ഉൽപാദനത്തിന് ഈ നീക്കത്തെ വളരെ ആവേശകരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന താരിഫ് വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ ബ്രാൻഡുകൾ ഉൾപ്പെടെ USൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും പകുതിയോളം ബാധിക്കും. അമേരിക്കയ്ക്കുള്ളിൽ കൂടുതൽ ഉൽപാദന പ്ലാന്റുകൾ നിർമ്മിക്കാൻ കാർ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വിശാലമായ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുമ്പ് ട്രംപ് ഇന്ത്യയെ ആവർത്തിച്ച് വിമർശിച്ചിരുന്നു. അവർക്കാണ് ഏറ്റവും ഉയർന്ന താരിഫുകൾ ഉള്ളത് എന്നും ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ പരസ്പര താരിഫുകൾ ചുമത്താനുള്ള പദ്ധതികൾ US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഈ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന താരിഫുകൾക്ക് തുല്യമായി അമേരിക്കയും തീരുവ ചുമത്തുമെന്നും പ്രസ്താവിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിൽ നമ്മുടെ വ്യാപാര കരാറിന്റെ പ്രാരംഭ ഘട്ടത്തിന്റെ ഭാഗമായി $23 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ ഇറക്കുമതിയുടെ 50%-ലധികം താരിഫ് കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് റോയിട്ടേഴ്സുമായി സംസാരിച്ച 2 സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പ്രതികാരപരമായ പരസ്പര താരിഫുകൾ ഒഴിവാക്കുന്നതിനാണ് ഈ ഗണ്യമായ താരിഫ് കുറവ് ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 2 മുതൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആഗോള പരസ്പര താരിഫുകളുടെ ആഘാതം ലഘൂകരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഇത് വിപണി അസ്ഥിരത സൃഷ്ടിക്കുകയും ലോകമെമ്പാടുമുള്ള നയരൂപീകരണക്കാർക്കിടയിൽ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു. ബർബൺ വിസ്കി പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും ബദാം, വാൾനട്ട്, ക്രാൻബെറി, പിസ്ത, പയർ എന്നിവയുൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി ചർച്ചകളുമായി പരിചയമുള്ള ഒരു സ്രോതസ് വെളിപ്പെടുത്തി. ട്രംപിന്റെ സൗഹൃദം എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.